ഇതാണ് നമ്മൾ സെക്കൻഡ് നിൽക്കുന്ന നമ്മളുടെ റൂം. ഇപ്പം നമ്മുടെ റൂമിലോട്ടുള്ള വഴിയാണിത്. ഫുൾ സ്റ്റേഴ്സ് ആണ്. ഓരോരോ നല്ല പ്രൈവസി ഉണ്ട്. ഇതാണ് നമ്മളെ റൂം. റോക്ക് റൂമാണിത്. പ്രൈവറ്റ് പൂള് അതിലെടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഉണ്ട്. നമ്മളത് കാണിച്ചു തരാം. പ്രൈവറ്റ് പൂള് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ. നമ്മളെ റൂമത്തെ വ്യൂ ആണ്. കാട്, മല, വാട്ടർഫോൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പൂള് ഇവിടെയാണ് പൂള്. ഇനി നമ്മളെ പ്രൈവറ്റ് പൂള് ഇവിടെ വരുന്നുണ്ട്. പ്രൈവറ്റ് പൂള് വരുന്നത് സ്റ്റെപ്പ് ഇറങ്ങിട്ട് അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. നല്ല പ്രൈവസി കേട്ടോ. ഒരാൾക്ക് കാണാൻ പറ്റില്ല. നല്ല പ്രൈവസി ഉണ്ട്. ഇങ്ങനെ തന്നെ ഡോർ തന്നെ അവർ തന്നിട്ടുണ്ട്. പക്ഷെ എന്താ സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈവറ്റ് പൂളില് വെള്ളമില്ല. നമ്മൾ ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഈ റിസോർട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് ഹോസ്പിറ്റാലിറ്റി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ലാഗാണ്. ഓക്കെ. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമല്ല നമുക്ക് തന്നിട്ടുള്ളത്. അത് വേറെ കാര്യമുണ്ട്. ഓക്കെ. അത് വേറൊരു റിസോർട്ട് അവിടുന്ന് എന്ത് മാറ്റിയതാണ്. അവരിങ്ങോട്ട് മാറ്റി. പക്ഷെ ഇത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ്. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ളത്. പക്ഷെ അവിടെ ഉള്ള എല്ലാവരും കൂടുതൽ ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല എന്നാണ്. പക്ഷെ പ്രൈവസി അത് ഇവിടെ 100% കാര്യങ്ങളൊന്നും ഇല്ല. അധികം കപ്പിൾസ് മാത്രമാണ് ഇത് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് ആകെ 4 കപ്പിൾസ് മാത്രമാണ്, ഇൻക്ലൂഡിങ് അസ്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഇതിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ വെള്ളം പോകുന്ന അരുവിയുണ്ട്. മേലെന്ന് വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ട്രക്ക് ചെയ്ത് പോയത് ഈ ഏരിയ ഏറ്റവും മേലെ ഏറ്റവും ടോപ്പിലോട്ട് പോയിട്ടാണ് ചെയ്തത്. അടിപൊളിയാണ്. അതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് വന്നത് നമ്മള്. നമ്മളങ്ങനെ വന്ന് ഇറങ്ങി ടോപ്പ്. സ്വിമ്മിംഗ് പൂളിക്ക് അതുപോലെ തന്നെ പൂളിക്കുള്ള വെള്ളം, ബാത്റൂമിക്കുള്ള വെള്ളം എല്ലാം ഈ ഇങ്ങനെയുള്ള വെള്ളമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. പക്ഷെ ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പൂളിലുള്ള വെള്ളം ഏകദേശം ചെറിയ രീതിയിൽ കലങ്ങി ഫിൽറ്റർ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഓക്കെ. ഡയറക്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം പൂളിലോട്ട് അവര് നല്ല തണുപ്പ് തന്നെ പറയേണ്ട ഒരു അവസ്ഥയില്ല. കൂടുതൽ നേരം നമുക്ക് പൂളിൽ നിൽക്കാനും പറ്റത്തില്ല. ഒരുപാട് നേരം നമുക്ക് ചാടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് പൂളൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷെ അതും കുറച്ച് റിസ്ക് ആയി പോയി. അതെ. പക്ഷെ അതല്ല പ്രൈവസി ഉണ്ട് കേട്ടോ. വരികയാണെങ്കിൽ പ്രൈവസി ആലോചിക്കുന്ന ഒരാൾക്ക് ഈ റിസോർട്ട് പക്കയാണ്. കപ്പിൾസ് പിന്നെ ഓവർ ക്രൗഡഡ് വേണ്ട. ആകെ എടുത്ത് പറയാനുള്ളത് ഹോസ്പിറ്റാലിറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ലാഗ് കാര്യങ്ങൾ സമയത്തിന്റെ ഇതില്. പക്ഷെ ട്രക്കിംഗ് കൊണ്ടുപോയത് അടിപൊളിയായിരുന്നു. ട്രക്കിംഗ് അതാണ് ട്രക്കിംഗ് അടിപൊളിയായിരുന്നു. ഈ വെള്ളത്തിന്റെ കുറച്ച് കാര്യങ്ങള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്, റൂം കിട്ടാൻ കുറച്ച് ഡിലേ ആയി. അങ്ങനത്തെ എഴുതുള്ളൂ. അതുകൊണ്ട് റൂമൊക്കെ ചേഞ്ച് ആയി പോയത്. 2 മണിക്കൂർ നമ്മൾ ഡിലേ ചെയ്തു. അതെ. ഓക്കെ. അത് റൂം അവരുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പക്ഷെ അതില് വലിയ രീതി കുഴപ്പമില്ല. എന്നാലും ചില കസ്റ്റമേഴ്സിന് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഫാമിലി ആകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ട്രെസ്. നമ്മളെ കേസിലാവുന്നില്ലല്ലോ. ഇനി നമുക്ക് റൂമത്തെ നമ്മളൊരു വ്യൂ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വ്യൂ. ഫസ്റ്റ് നമ്മളെ റൂമിൽ നിന്ന് ബെഡിൽ നിന്ന് എണീച്ചാല വ്യൂ ആണ് ഇത് കാണുന്നത്. ഓക്കെ. നമുക്ക് സ്ലൈഡിങ് ഡോറാണ് വരുന്നത്. ജസ്റ്റ് വരെ ഇനി കാണിച്ചു തരാം. ഇതാണ് വ്യൂ. ഇവിടെ നമുക്ക് 2 ചെയർസ് വരുന്നുണ്ട്. നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റുന്ന ചെയർസ് ഉണ്ട്. പക്ഷെ ഒരു വ്യൂ കണ്ടു ഉറങ്ങാൻ എണീക്കാം. വാവ്, നൈസ്. അപ്പോൾ ഇന്നത്തെ 2ാമത്തെ ദിവസമാണ് ഈ സെയിം പ്രോപ്പർട്ടിയിൽ തന്നെ. അപ്പോൾ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അവർ തരുന്നത് ഷവർ ജെല്ല് തരുന്നുണ്ട്, അതുപോലെ ഷാംപൂ ആൻഡ് ബോഡി ലോഷൻ. ഓക്കെ. ഓൾസോ അവർ തരുന്നത് സോപ്പ്. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ഓക്കെ. നാച്ചുറൽ ആയിട്ടുള്ളൊരു സോപ്പ് തന്നെയാണ്. പിന്നെ 2 ടൂത്ത് ബ്രഷ് ആൻഡ് ടൂത്ത് ബ്രഷ് 2 ആൻഡ് ചെറിയൊരു കുട്ടി ടൂത്ത് പേസ്റ്റ്. ഓക്കെ. ഇതാണ് അവരുടെ ഹോസ്പിറ്റാലിറ്റി. ഓൾസോ ഒരു വാട്ടറും അതുപോലെ തന്നെ ടവലും. ഓക്കെ. അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ്, പൂരി, പുട്ട്, കടലക്കറി ആൻഡ് ബോയിൽഡ് എഗ് എല്ലാം ഉണ്ട്. അടിപൊളി വൈബ്. കറി വരുന്നുണ്ടോ? ഇവിടെ എല്ലാ ക്ലൈമറ്റിലും എല്ലാ സീസണിലും ഇതുണ്ടാവും. തണുപ്പ് ഇതോ വേനൽക്കാലത്തൊക്കെ സമ്മറോ തണുപ്പുണ്ടാവില്ല. അതാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. അതാണ് റൂമിൽ ഫാൻ, AC അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ. അതിന്റെ ആവശ്യമില്ല. അതെ. അത്രയ്ക്കും തണുപ്പാണ്. നോർമൽ. പക്ഷെ സമ്മർ സീസണിൽ കുറച്ച് കുറയും, പക്ഷെ എന്നാലും തണുപ്പുണ്ടാവും.
നിങ്ങൾക്ക് എന്താ ഡൗട്ട്? നിങ്ങൾക്ക് എന്താ ഡൗട്ട്? എന്റെ ഡൗട്ട്, അറിയ ഇവിടെ മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ റിസോർട്ടിൽ. പക്ഷെ നമ്മൾ വന്നിട്ടുള്ള ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 5 കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ ആ ഓഫ് റോഡിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും എന്ത് മുട്ട പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഞാനിപ്പോ അത് ആലോചിക്കുന്നത് പൊട്ടാതെ. അതാ ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ പൊട്ടാതെ കൊണ്ടുവന്നു. അത് ശരിയാണ്. ഒരു പീങ്ങിട്ട് കൊണ്ടുവന്നാണ് എന്നുണ്ടെങ്കിലോ ബോയിൽഡ് ആയിട്ട് അത് ഓക്കെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് പൂളിൽ ചാടാനും വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് കേട്ടോ, കാരണം ടൈം പോകുന്നതേ അറിയണ്ടായില്ല പൂളിൽ ചാടിയാണ്ട്. ലാസ്റ്റത്തെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഒരു എ ഫ്രെയിമിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം നൈസാട്ടോ. മേലെ യെസ് ഇവിടെ നമുക്ക് ചായ കോഫി കുടിച്ചൊക്കെ ഇരിക്കാം. നൈസാ. അതെ, ട്രക്കിംഗ് ആണ് ഫുള്ള്. നൈസ്. കുറച്ച് ഫോട്ടോഷൂട്ട് പരിപാടീസ് കാര്യങ്ങളുണ്ട്. നമ്മൾ ബൈ ബൈ പറയുന്നു. നമ്മളെ 2 days സ്റ്റേക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. അടിച്ചു പൊളിച്ചു. യെസ്. ഇനി നമ്മൾ കുറച്ചുകൂടി വീഡിയോസ് വരുന്നുണ്ട്, കുറച്ച് സ്പോട്ടിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അതെന്തായാലും വയ്യ കട. പക്ഷെ നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങാണ്. അത്യാവശ്യം നല്ലൊരു എന്താ പറയാ, ഒരു പീസ്ഫുൾ അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ ആണ്. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ആദ്യം നിന്നീന് ബിഗ് റൂം. പിന്നെ ഇത് ഇവിടെ ഒരു ഒന്ന് വരുന്നുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല, അവിടെ ഒന്ന് വരുന്നുണ്ട്. ഫുൾ സ്റ്റേഴ്സ് വെച്ചിട്ടാട്ടോ, ഫുൾ സ്റ്റേഴ്സ് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ റൂമിലാണ്, റോക്ക് റൂം. റോക്ക് റൂം. പിന്നെ അവിടെ ഒരു സ്പീക്കർ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. അടിപൊളിയാണ്. ണോ വിട പറയുകയാണോ? അതെ അതെ, വിട പറയുകയാണ്. അപ്പൊ നമ്മളെല്ലാരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റിസോർട്ട് തന്നെയാണ്, ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. പ്രൈവസി, ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, വേറെ ഒന്നും വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. വീണ്ടും നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ് ഇവിടുന്ന്. നമ്മൾ ഇനി നേരെ പോകുന്നത് ഓഫ് റോഡ്. 900 കണ്ടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാണ് നമുക്കിനി ഓഫ് റോഡ് ഇറങ്ങാനുള്ള ജീപ്പ്. ഇതിലാണ് നമ്മൾ ഇനി ഓഫ് റോഡ് ഇറങ്ങാൻ പോണത്. കയറിയതും ജീപ്പിലാണ്, ഇറങ്ങുന്നതും ജീപ്പിലാണ്. ഇനി അതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാം. എന്തൊക്കെയാ പൊട്ടുണ്ട്, എന്താ പറയാ ഓഫ് റോഡിനെ കുറിച്ച്. മാത്രമേ നടക്കുള്ളൂ. അതെ. നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ്? ചൂരൽമല. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നിങ്ങൾക്കറിയാവുന്ന കേരളത്തിലെ നടക്കിയ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് ചൂരൽമല. അപ്പൊ ആ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ വണ്ടി ഒന്നും കടത്തി വിടുന്നില്ല, ഫുള്ള് ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മള് ബ്രിഡ്ജ് വരെയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ഉള്ളൂ. എൻട്രി അതുവരെ ഉള്ളൂ എന്നാണ്, അവിടെ നിന്ന് നമുക്ക് കാണാം എന്നാണ് എന്ത് പറയുന്നത്. ഓക്കെ, നമുക്കത് പോയിട്ട് എന്താ അതിന്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, എന്താ അവിടുത്തെ അവസ്ഥ. ഓക്കെ, മഴയാണ്. ഇതാണ് ഇവിടെ ഇപ്പൊ മഴയാണ് തോന്നുന്നുണ്ട്. അതാണിപ്പോ അവിടുന്ന് അങ്ങനെ ഫുള്ള് ഇതാ ഇവിടുത്തെ സ്കൂളായിരുന്നു തോന്നുന്നു, ഫുള്ള് അടി പോയി. എത്രയോ മൃതദേഹങ്ങളൊക്കെ കിട്ടാനുണ്ട് എന്നൊക്കെയാണ് കേട്ടറിവ്. ഒരുപാട് വീടുകളും എല്ലാം. നേരത്തെ വന്ന പാലം ഇപ്പൊ കോടനോട് മൂടും. പാലൊക്കെ കോട ഒന്ന് മൂടി. അതെ, നേരത്തെ ഇവിടെ സ്കൂളൊക്കെ നമ്മൾ പിന്നെ കണ്ടിരുന്നു, അതൊക്കെ ബിൽഡിംഗ് ഒക്കെ മൂടിപ്പോ അങ്ങോട്ടൊന്നും കാണുന്നില്ല. എത്ര പെട്ടെന്നാണ് ഇവിടുത്തെ വെതർ, ക്ലൈമറ്റ് ചേഞ്ച് ആണ് അല്ലേ? അതെ, ചിലപ്പോ ഈ ഒരു പ്രശ്നം കൊണ്ടാവാം നിലക്ക് ഇടിഞ്ഞ് അത് വലിയ വലിയ പാറകള് നോക്കി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എത്ര ഫോഴ്സിലൊക്കെ വന്നിട്ടുണ്ടാവും. നമ്പറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 4/800. ഏതായാലും ഒരു പ്രാവശ്യം നമുക്ക് ഒന്ന് കാണാം, അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രയോരം ഫെസിലിറ്റിയിലും എന്തൊരു സുഖത്തിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ കിട്ടിയ ആൾക്കാരെ വെച്ചിട്ടുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവർ, ആരൊക്കെ മരിച്ചത്, അങ്ങനൊരു ഫ്ലെക്സ് പോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു എന്താ പറയാ. നമ്മൾ എങ്ങോട്ടാ പോകുന്ന മറിച്ചു?
നമ്മള് ബോച്ചനെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ, ബോച്ചനെ കാണാൻ പോവാണ്. ഇവിടെ ഉണ്ടെന്നാണ് ആള് പറഞ്ഞത്. നോക്കാം അവിടെ ഉണ്ടോ ഇല്ലേ. എസ്റ്റേറ്റ് ആണിത്. അതെ, 1000 acres estate. 1000 acres estate. നല്ല രസമുണ്ടാവും. ആളെ എന്താ അറിയോ, ഫുള്ള് ഡബിൾ മീനിങ് ആണ് മൂപ്പര് വർത്താനത്തിലേ ചെറിയൊരു ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കംപ്ലീറ്റ് ഡബിൾ മീനിങ് ആണ്. മൂപ്പരെ കഴിവാണ് ഉള്ളത്. അതാണ് മൂപ്പരെ കഴിവ്. കഴിവാണ്. പക്ഷെ ഒരുപാട് ഇഷ്ടാട്ടോ ആളെ, ഒരുപാട് ഇഷ്ടമാണ്. ഷാപ്പിലെ കറിയും ബോച്ചയുടെ പാനീയവും. അപ്പൊ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. പാർക്കിംഗ് ഏരിയ എത്തിയില്ലേ. ഈ ഏരിയക്കാണ് വരുന്നത്. അവിടെ ഉണ്ട് തോന്നുന്നുണ്ട് കൊറേ. വെറുതെ പോയൊക്കെ അല്ല, നിങ്ങള് ഇതാക്കണ്ടോ, നിക്കണ്ടോ? അർച്ചി നിക്കും. നൈസ് വ്യൂ. ഇത് പ്രൈവറ്റ് ഏരിയ കേട്ടോ, അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്റെ പെർമിഷൻ ഇല്ലാതെ ആരും ഇതിനകത്ത് കയറാൻ പാടില്ല. ചളി അടിക്കുമ്പോ ഇമ്മാതിരി ചളി അടിക്കരുത്. ഒരു മരത്തിലൊക്കെ അടിക്കുക. എന്താണ് പ്രേക്ഷകർക്ക് അറിയാം നിങ്ങളൊരു ചളിയനാണ്. അതെ, ഞാനൊരു ചളിയനാണ്. അതിന് ഞാൻ അഭിമാനിക്കുന്നു. ബോച്ചന്റെ ഓഫീസ് ഇതാണ്. ഓഫീസ് ഇത്രയും ചെറുതാ. ഇതെന്തോ വീടാണല്ലോ. പേരാണല്ലോ. ഇത് ഓഫീസാണ്, ഇത് വീടാണ്. ഇവിടെ ബോച്ച ഉണ്ടാവുന്നുണ്ട്. ബഗ്ഗി എടുത്തോ, ബഗ്ഗി ആ വണ്ടി എടുത്തോ. ഒരു ബബിൾ റൂം മാത്രമാണ് വരുന്നത്. പക്ഷെ നൈസാട്ടോ. കപ്പിൾസിന് ഒരൊറ്റ റൂം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. ഇതിന് ഏകദേശം 6000 സംതിങ് വരുന്നുള്ളൂ. അഫോർഡബിളാ. പക്ഷെ ഒരു വ്യൂല് നൈസായിരിക്കും അല്ലേ മറിച്ചു? അടിപൊളി. എവിടെ നോക്കി കഴിഞ്ഞാൽ ഇതന്നെ പരിപാടി. പൂ പറിക്കാം. അത് ആദ്യമേ ഉള്ളതാണ് രസം. പറ്റില്ല, കാണാനേ രസം. പറ്റില്ല. പേരെന്തറിയോ? ബേബി ചെമ്മണ്ണൂർ. അതല്ല ആളെ ജ്വല്ലറിന്റെ പേര്. എന്നിട്ട് ഇവിടെ ഒരാള് എന്താ ഭുവനേന്ദ്ര, എന്താ ഭുവനേശ്വരൻ ചന്ദ്രൻ, ഭുവനേന്ദ്രൻ. ആ എന്തോ ഒരു ചന്ദ്രന്. എന്താ നമ്മള് ചായപ്പൊടി കോഫിപ്പൊടി ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അത്യാവശ്യം മരങ്ങളോട് അത്യാവശ്യം നല്ല സെറ്റപ്പ് സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഏലക്ക ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. കുറേ പേഴ്സ് എല്ലാം ഉണ്ട്. എന്താ വേണ്ടി എല്ലാം ഉണ്ട്. കുറച്ചുകൂടെ അഫോർഡബിളാ ചായപ്പൊടി ആണെങ്കിലും. അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വൈത്തിരി ഫാം. ഞങ്ങൾ വളരെ നേരത്തെ ആയതുകൊണ്ട് ഇനി കയറ്റില്ല. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ. ഇത് ഇനി എപ്പോഴാണ് ക്ലോസ് ആവാന്ന് അറിയില്ല. അതാണ് ടിക്കറ്റ് കൗണ്ടറിന് അവിടെ പോയാണ് മറിച്ച് ചോദിക്കുന്നുണ്ട് ക്ലോസ് ആണല്ലേ. 250 റുപ്പീസ് ആണെങ്കിൽ എല്ലാ റൈഡും എൻജോയ് ചെയ്യാം. നമുക്ക് 4 പേർക്കായിട്ടുള്ള ആകെ 1000 രൂപയാണ്. ഇറ്റ്സ് വർത്ത് ഇറ്റ് ആണ് ഗൈസ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് അതിൽ ഇൻക്ലൂഡ് ചെയ്ത ഭയങ്കര ലെങ്തി വീഡിയോ ആവും. ഗൈസ് അങ്ങനെ വൈത്തിരി ഫാമിലാണ് നമ്മളുള്ളത്. ഒരുപാട് റീൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ റിയൽ ആണെന്നുള്ള ഇന്ന് കാണിച്ചിരുന്നു. പക്ഷെ കടികളുണ്ട് ഇല്ലേ? കുറച്ച് കടിയില്ലേ? കടിയില്ലേ പറയ്. അങ്ങനെ നമ്മള് ട്രിപ്പിന്റെ ലാസ്റ്റ് മന്തി കഴിക്കാൻ പോകുന്നു. നേതി മന്തി മുക്കത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അർജോ? അതെ അതെ, ഇനി മന്തി കഴിച്ചിട്ടാവാം ബാക്കിയുള്ള യാത്ര. അതെ, വയ്യ വയ്യ. ഫുഡെത്തി 4 ആള് 4 ഐറ്റാണ്. തെല്ല ഇന്റെ നാട്ടി അടി അടി തെല്ല ഇന്റെ തെല്ല. ലെഗ് പറഞ്ഞിട്ട് ലെഗ് കിട്ടിയില്ല. അതിന്റെ വിഷമത്തിൽ ലെഗ് വേണം പറഞ്ഞ് നടക്കുന്നു. ലെഗ് കൊടുക്കൂ ഗൈസ്. അങ്ങനെ വയനാട്ടിലത്തെ വീഡിയോ നമ്മൾ ഇതോടെ 2 ഡേയ്സ് സ്റ്റേക്കേഷൻ്റെ വീഡിയോ ഇതോടെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വൈത്തിരി ഫാമിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. കാരണം അതുകൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും ഈ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. കാരണം എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വലിയ വ്ളോഗേഴ്സ് ഒന്നല്ലല്ലോ. നിങ്ങൾ സജഷനിലൂടെയൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നല്ല നമുക്കറിയാം. പക്ഷേ നമ്മളൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലെല്ലാം നമ്മൾ കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.